+1 ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ്. ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റാറിൽ ആഗ്രഹിച്ചാൽ അതിൽ ഞാൻ ആരാണ് എന്നുള്ള വ്യത്യാസമല്ല, എൻ്റെ മനസ്സ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൽ എത്തിപ്പെടും എന്നുള്ള ലൈൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂത്ത് ഇപ്പോഴത്തെ തലമുറ കുറേ കാര്യങ്ങൾ നമ്മളുടെ വേൾഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിനെ കുറിച്ച് യൂത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂത്താണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. പിന്നീട് അദ്ദേഹം ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഇനോഗ്രേഷന് പോയിരുന്ന ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാൻ എന്നുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ മീനിങ് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ഡിഫറെൻറ്റ് സ്കൂളുകളിലെ 200ഓളം സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് ഫീൽഡ്, സയൻസ് ഫീൽഡ്, ഡോക്ടേഴ്സ് ഫീൽഡ്, ക്വാളിഫൈഡ് മാനേജർ, അതുപോലെ സിവിൽ സർവൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് 5000 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും. അപ്പോൾ അവിടെ സംസാരിക്കേണ്ട ടോപ്പിക്ക് സയൻസ് എംപവേഴ്സ് ദി നാഷൻ എന്നുള്ള ടോപ്പിക്കിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം ഒരു ടീനേജറായിട്ടുള്ള ബോയ് അദ്ദേഹത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സർ, എനിക്കെന്ത് ചോദിക്കണമെന്ന് അറിയുന്നില്ല, എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു, ക്ലാസ്സിൽ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷന് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നിട്ടില്ല, എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ മടിയാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് സംസാരിക്കാൻ പേടിയാണ്, അതുപോലെ തന്നെ ഞാൻ അഥവാ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ ബാക്കിയുള്ള കുട്ടികളായിട്ട് എന്നെ കമ്പയർ ചെയ്യും. അദ്ദേഹത്തിന് ഒരു മറൈൻ എഞ്ചിനീയർ ആവണം, അതുപോലെ ഷിപ്പിൽ ട്രാവൽ ചെയ്യണം, ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവണം, ഷിപ്പിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കണം, ഇതിനൊക്കെ എനിക്ക് സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആ കുട്ടി ചോദിച്ചത്. ആ ഒരു വേദിയിലിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളൊക്കെ കലാം സാർ എന്ത് മറുപടി പറയും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലാം സാർ പറയുന്ന മറുപടിയാണ് പഴയൊരു പോയമാണ് ഐ വിൽ ഫ്ലൈ. ആ ഒരു പോയത്തിൽ കുറച്ച് ലൈൻസാണ് അദ്ദേഹം പറയുന്നത്. അതായത് എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഐഡിയാസ് ഉണ്ട്, എനിക്ക് ഡ്രീംസ് ഉണ്ട്, ഞാൻ കുറേ നന്നായിട്ടാണ് ജനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് വിങ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇഴയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറക്കും എന്നുള്ള ഐ വിൽ ഫ്ലൈ എന്നുള്ള പോമാണ്. പിന്നീട് നമ്മളുടെ കലാം സാർ പറയുന്നത്, ഞാൻ നിങ്ങളോട് എങ്ങനെ യുണീക്ക് ആവാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. യുണീക്ക് ആവുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മളെ എങ്ങനെയാണോ എല്ലാവരും അതുപോലെയാണ് ആക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫെല്ലോ നിങ്ങളതിലേറെ പഠിക്കും എന്നുള്ളത് നമ്മളെ പാരൻസ് നമ്മളോട് പറയാനാണ്. അപ്പോൾ നീയും അങ്ങനെ ആവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ടീച്ചർ പറയും ഏറ്റവും നല്ല റാങ്കുള്ള കുട്ടീനെ കാണിച്ചിട്ട് അതേപോലെ ആവാൻ നീ ശ്രമിക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുക. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് യുണീക്ക് ആവുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു യുദ്ധം തന്നെ ജയിക്കേണ്ട ഒരു അവസ്ഥ വരും. കുറേ കാര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തുക. അപ്പോൾ മാത്രമാണ് നമ്മൾ യുണീക്ക് ആവുക. ഈ സ്റ്റോറിയുടെ ഫുൾ എക്സ്പ്ലനേഷന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ്.